Ladies and gentlemen, boys, girls, good morning. നമ്മളിത് ജസ്റ്റ് അഹമ്മദാബാദിലേക്ക് എത്തുന്നു. അഹമ്മദാബാദിന് നമ്മൾ മണിനഗർ സ്റ്റേഷനോട്ട് ഏകദേശം അടുക്കാറായി. കുറച്ച് നേരത്തെ ചറപറ നമ്മൾ ട്രെയിനുകളെ ക്രോസ് ചെയ്യും. ഇന്നിപ്പോൾ പോയത് വന്ദേ ഭാരത് എന്ന് തോന്നുന്നു. ഏതോ ഒരു വണ്ടി, ഒരു സീറ്റർ വണ്ടി ഇപ്പോൾ പോയി. അപ്പോൾ ഇതാണ് അഹമ്മദാബാദ് ജംഗ്ഷൻ്റെ തൊട്ട് മുന്നിലത്തെ സ്റ്റേഷനായ മണിനഗർ. സമയം 6:31. ഇതാണ് മണിനഗർ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം. ഇതൊരു ഹോൾട്ട് സ്റ്റേഷൻ ഉണ്ടാകുന്നത്, നോട്ട് എക്സാക്ട്ലി ഷുവർ. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആണ് ഇവിടെ. അപ്പോൾ നമ്മളങ്ങനെ 6:34 മണിനഗറിൽ നിന്ന് പുറപ്പെട്ടു. അത്യാവശ്യം നല്ലോണം ആൾക്കാർ ഇവിടെ ഇറങ്ങിട്ടോ. ഈ ട്രെയിൻ ശരിക്കും ഒറിജിനലി തിരുവനന്തപുരം അഹമ്മദാബാദ് എക്സ്പ്രസ് ആയിരുന്നു. ഇത് തുടങ്ങിയ കാലത്ത് 1980s മറ്റേ തുടങ്ങിയ ട്രെയിനാണിത്. അന്ന് ഇത് തിരുവനന്തപുരം അഹമ്മദാബാദ് വീക്കിലി സർവീസായിട്ട് തുടങ്ങിയതാണ്. അന്ന് ഈ ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത് കൃഷ്ണരാജപുരം വഴിയൊക്കെയാണ്. അതായത് നമ്മുടെ സേലം, ബംഗാർപേട്ട, കൃഷ്ണരാജപുരം, ഗുണ്ടക്കൽ, വാടി, പുणे, അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. ആ വണ്ടി പിന്നീട് കൊങ്കൺ റെയിൽവേ വന്നപ്പോൾ 1998-ലോ 99-ലോ മറ്റാണ് വണ്ടി റീറൂട്ട് ചെയ്ത് ഇതുവഴിയാക്കി, നമ്മുടെ കൊങ്കൺ റെയിൽവേ വഴിയാക്കി. പിന്നീടാണ് ഇത് രാജ്കോട്ടിലേക്ക് എക്സ്റ്റെൻഡ് ആയതും രാജ്കോട്ടിൽ നിന്ന് ഇത് വേരാവലിലേക്ക് എക്സ്റ്റെൻഡ് ആയതും. ഈ ലെഫ്റ്റ് കാണുന്നത് ഹൈ സ്പീഡ് റെയിൽ, അതോ ബുള്ളറ്റ് ട്രെയിനിൻ്റെ വയഡക്റ്റാണ്. ഇപ്പോൾ ഹൈ സ്പീഡ് റെയിൽ മണിനഗർ കഴിഞ്ഞുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റായി ഇവിടെ ഇങ്ങോട്ട് വന്നു. നമ്മളിപ്പോൾ കാങ്കരയ യാർഡ് എത്തി. നമ്മളങ്ങനെ അഹമ്മദാബാദ് സ്റ്റേഷനോട് കയറുകയാണ്. ഈ ട്രെയിൻ സാധാരണ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് ചെല്ലുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1 ലെഫ്റ്റ് സൈഡിലാണ്. ആ കാണുന്ന ഷെഡാണ് കാങ്കരയിലെ കോച്ച് കെയർ സെൻറ്റർ. അതതിൻ്റെ എക്സ്റ്റൻഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്നൊന്നും അറിയില്ല എക്സാക്ട്ലി. ഇവിടെ ഒരു വന്ദേ ഭാരതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു വാപ്ഫോർ ഹോൾഡ് ട്രെയിൻ വരുന്നുണ്ട്. തേജസ് എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്തോ വത്സാഡ് ഷെഡിൻ്റെ 22942 ആണല്ലോ അപ്പോൾ. ലാസ്റ്റ് ടൈം ശ്രീഗംഗാനഗർ എക്സ്പ്രസ് വന്നപ്പോൾ ഇവൻ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ട്രെയിൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടായിട്ട് ഒരു വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. ഇത് ഇന്ത്യാസ് കോർപ്പറേറ്റ് ട്രെയിനാണത്. IRCTC ആണ് ഇത് മൊത്തത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ടിക്കറ്റ് സെയിൽസും എല്ലാം IRCTC ആണ് നോക്കുന്നത്. ആ കിടക്കുന്ന സാധനം കണ്ടോ, അതൊരു റെയർ സാധനമാണ്. കാർഗോ ലൈനർ എന്ന് പറഞ്ഞാൽ RCF പണിതൊരു സാധനമാണത്. പക്ഷേ അത് പിന്നീട് കമ്മീഷനും ചെയ്യില്ല. അത് ബേസിക്കലി മുകളിൽ സീറ്റും താഴെ കാർഗോ സ്പേസും. ഡബിൾ ഡെക്കർ ചെയർ കാർ കം പാർസൽ വാനാണത്. നോർത്തേൺ റെയിൽവേക്ക് വേണ്ടി ടേൺ ഔട്ട് ചെയ്തതാണ്. നോർത്തേൺ റെയിൽവേയുടെ മാർക്കാണ് 2023 ബിൽഡാണത്. പക്ഷേ അത് ട്രയൽസ് കൂടിയായിരുന്നു. പക്ഷേ പിന്നെ റെഗുലർ സർവീസിലേക്ക് അത് വന്നിട്ടില്ല. ഒരു എൻ്റെ അഭിപ്രായത്തിലൊരു സ്റ്റുപ്പിഡ് കൺസെപ്റ്റാണത്. കാര്യം യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനകത്ത് അടിയിൽ പാർസൽ കൊണ്ടുപോകുന്ന പറയുന്നത്, ഒന്ന് പാർസൽ കയറ്റാൻ നടക്കുന്ന സമയം കുറേ വേണം. ഇപ്പോൾ വണ്ടിക്ക് സമയനഷ്ടമുണ്ട്. അല്ല പിന്നെ വണ്ടി നോൺ സ്റ്റോപ്പായിട്ട് ഓടുന്ന വണ്ടിയായിരിക്കണം. പക്ഷെ അപ്പോഴും പ്രശ്നം എന്താ വെച്ചാൽ പാർസൽ ഇതിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് താന്നിട്ടാണ്. അപ്പോൾ ലോഡിങ് അൺലോഡിങ് ഒന്നും അത്ര എളുപ്പമില്ല. വത്സാഡിൻ്റെ 41745 ഹാപ്പ നഹർലഗുൺ സ്പെഷ്യൽ ട്രെയിനാണ്. നഹർലഗുൺ എന്ന് പറയുന്നത് അങ്ങ് ആസാം സൈഡിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആസാമല്ല, അരുണാചലാന്ന് തോന്നുന്നു.
മനസ്സ് മാറ്റിയിരുന്നു, ഒന്നിലേക്കല്ലേ. നമ്മുടെ യാത്ര നമ്മൾ അഹമ്മദാബാദ് വഴി തന്നെയാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് ചെയ്ത ട്രെയിനുള്ളത്. നമ്മൾ അഹമ്മദാബാദ് വഴി തന്നെയാണ് തിരിച്ചും വരുന്നത്. അഹമ്മദാബാദ് വഴി തിരിച്ചു വരുമ്പോൾ അത് ഏകദേശം ഉച്ചയ്ക്ക് വരുന്ന വണ്ടി. പാരലൽ ഡിപ്പാർച്ചറാ. ബാക്ക് 12 കൂടുതൽ ഡിപ്പാർട്ടാവുന്നുണ്ട്. 60044 ആണ് അപ്പോൾ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ ചെല്ലുന്നത്. അങ്ങനെ പ്ലാറ്റ്ഫോം നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. പക്ഷേ ലെഫ്റ്റിലെ ഡോറൊക്കെ ഫുള്ളാണ് ഓൾറെഡി. ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോം എൻട്രി എന്തായാലും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ 6:49 നമ്മൾ അഹമ്മദാബാദ് സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ അഹമ്മദാബാദ് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു പള്ളിയുടെ മിനററ്റ്സ് ആണെന്നാണ് എനിക്ക് കമൻറ്റ് കിട്ടിയത്. ഞാൻ സ്ഥലപ്പേര് മറന്നുപോയി. ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് എഴുതാം. നമ്മൾ ഏകദേശം 52 പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നായിരുന്നു. നമ്മുടെ കോച്ചൊക്കെ കാലിയായി. ഇനിയിപ്പോൾ ഇവിടുന്ന് ആൾക്കാർ കയറുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് അതേവൈസ് നമ്മുടെ കോച്ച് കാലിയാണ് ഇവിടുന്ന്. ഇപ്പോൾ രാവിലെ തന്നെ അഹമ്മദാബാദിൽ നിന്നൊരു പോഹ കഴിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പോഹ. അതുകൊണ്ട് മേടിച്ചതാണ്. പ്രാവശ്യം കണ്ടെന്നറിയില്ല. കുഴപ്പമില്ല. അപ്പോൾ 7:05 അഹമ്മദാബാദിൽ നിന്ന് എടുത്തു. ഇത് വഡോദരയുടെ 37402 ആയിരുന്നു. ഈ കാണുന്ന അഹമ്മദാബാദിൽ നിന്ന് എക്താനഗർ, അതായത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അങ്ങോട്ട് പോകുന്ന ജൻശതാബ്ദി എക്സ്പ്രസ് ആണ്. രണ്ട് സൈഡിലും EV കാറൊക്കെ ഉണ്ട്. 3D11540 ആണ് ഷണ്ട് ചെയ്യുന്നത്. അപ്പുറത്തെ സൈഡിൽ ഏതൊരു ട്രെയിൻ പുറപ്പെടുന്നുണ്ട്. പാരലൽ ഡിപ്പാർച്ചറാണോ? മോനെ 37849 ഭഗത് കി കോട്ടിയാണ്. ഭഗത് കി കോട്ടിയുടെ ലോക്കോ. ഏതാ വണ്ടി എന്ന് മനസ്സിലായത്? ജോധ്പൂർ മാത്രമേ വായിക്കാൻ പറ്റുന്നുള്ളൂ, ബാക്കിയൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അതായത് ഇവിടുന്ന് വടക്കോട്ട് പോകുന്ന വണ്ടികൾക്ക് ഇത് നിർബന്ധമാണ്, ഹൈ റൈസ് പാൻറ്റോ. കാര്യം ഇവിടുന്ന് ഏത് റൂട്ട് വഴി കയറിയാലും ഹൈ റീച്ച് പാൻറ്റോ ഇല്ലാണ്ട് പറ്റില്ല. ഹഡപ്സർ, जोधपुर हड़पसर भगत की कोठी गांधीधाम. അപ്പോൾ അഹമ്മദാബാദ് സ്റ്റേഷൻ ഒന്നുകൂടി കണ്ടോളൂ. ആ ജോധ്പൂർ ഹഡപ്സർ വണ്ടി അവിടെ നിന്നു. പ്ലാറ്റ്ഫോമിനടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടു. നല്ല ഇത്. ആ വണ്ടി സബർമതി BG വഴിയാണ് പോകുന്നത്. അതിന് അഹമ്മദാബാദ് സ്റ്റോപ്പില്ല വണ്ടിക്ക്. ആ വണ്ടിക്ക് അഹമ്മദാബാദ് സ്റ്റോപ്പില്ല. അത് സബർമതി BGയിലാണ് സ്റ്റോപ്പ്. മെയിൻ ലൈൻ വഴിയാണ് വന്നത്. പ്ലാറ്റ്ഫോമിൽ കയറിയില്ലത്. അതിന് സബർമതി BGയിൽ പോയി നിൽക്കുന്നത്.
നമ്മൾ മീൻവെൽ സ്റ്റേഷൻ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങും. ആ ഭാഗത്തേക്കൂടി ആ ഹഡപ്സർ വണ്ടി കിടക്കുന്ന ലൈനിലേക്കാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ അഹമ്മദാബാദ് ബൈപ്പാസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. അഹമ്മദാബാദ് ബൈപ്പാസ് ചെയ്ത് കയറി വന്ന വണ്ടിയാണ്. പക്ഷേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കേണ്ടത് ഒരുപാട് പേര് ചാടി ഇറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ ട്രെയിനിൽ നിന്ന്. പക്ഷേ മണ്ടടിക്കുകയും ചെയ്തത് ഇങ്ങനത്തെ സ്റ്റേഷനിൽ നിന്ന് വിടുന്ന ആൾക്കാർ ഇപ്പോൾ ഇറങ്ങുന്നത്. പിന്നെയാണ് കത്തിയത്. അപ്പോൾ ഈ താഴെ കൂടെ പോകുന്നതാണ് ആസർവയിലേക്ക് പോകുന്ന ലൈന്. ആസർവ, ഹിമ്മത്ത് നഗർ, ഉദയ്പൂർ അങ്ങനെ പോകുന്ന ലൈന്. ഉദയ്പൂർ അറിയില്ല, സിറ്റി ഓഫ് ലേക്സ്. ഒരു പ്രാവശ്യം അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം. ഈ മുകളിൽ പണിയുന്നത് നമ്മുടെ ഹൈ സ്പീഡ് ട്രെയിനിലെ ഇതാണ്, വയഡക്റ്റാണ്. പോയിൻറ്റ്സ് കടന്നു തോന്നുന്നു. അതൊക്കെ സ്പീഡ് പിടിച്ചു തുടങ്ങി. ഇവിടെ ഒരു ക്രോസിങ്ങും കൂടി ഉണ്ട് നമുക്ക്. ത്രീ 9086 ആണല്ലോ ഇപ്പോൾ. പോർബന്ദർ ദാദർ ഭുസാവൽ എന്നാണ് പോകുന്നത്. ഇതൊക്കെ ഏതാണോ വണ്ടി? നമ്മളങ്ങനെ സാബർമതിയിലേക്ക് എത്തുന്നു. സാബർമതി ബ്രിഡ്ജിലേക്ക് ഇനി സൂര്യൻ പുറത്തെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുവഴി 163 120 വഴി പോകുന്ന സമയത്ത് അന്ന് സൺറൈസ് ആയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ജസ്റ്റ് സൂര്യൻ പുറത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് സാബർമതി ബ്രിഡ്ജ് ക്യാബിൻ. ക്യാബിൻ ഇതാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇതാണ് സബർമതി. അവിടെ ടോറൻറ്റ് പവറിൻ്റെ ഒരു ഇലക്ട്രിസിറ്റി ജനറേഷൻ യൂണിറ്റ് ഒക്കെ ഉണ്ട്. എന്തിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ സബർമതി ജംഗ്ഷനിലേക്ക് എത്തുന്നു. നമ്മൾ സബർമതി ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് കയറുക. അവിടെ റൈറ്റ് സൈഡിൽ സബർമതി BG സ്റ്റേഷനിൽ നിന്നൊരു LHB ഹോളിൽ ട്രെയിൻ വരുന്നുണ്ട്. ഒരു വാപ്സൺ ഹോൾ LHB ട്രെയിൻ. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് സബർമതി BG എന്ന് വരുന്നതാണ്. ആ റോയപുരത്തിൻ്റെ ചെക്കനാണ്. റോയപുരത്തിന് 37017 ആണ് ലോക്കോ. അത് 16311 ശ്രീ ഗംഗാനഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ആണ്. നമ്മുടെ നാട്ടിലുള്ള വണ്ടിയാണ്. മുകളിലൊരു മെട്രോയും പോകുന്നുണ്ട്, അഹമ്മദാബാദ് മെട്രോ. നമ്മൾ സബർമതി BG സ്റ്റേഷനിലേക്ക് എത്തി. സബർമതി ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തി. സബർമതി BG എന്ന് പറയുന്നത് മറ്റേ ലൈനിലാണ്, മഹേസന ലൈനിലാണ്. ഇത് സബർമതി ജംഗ്ഷൻ. ഈ രണ്ട് സ്റ്റേഷനുകളിലും രണ്ട് ഡിസ്റ്റിങ് സ്റ്റേഷൻ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ടിവിറ്റി ഉണ്ട്. കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നടന്നു പോകാൻ വലിയ സ്കൈ ബ്രിഡ്ജ് പണിതിട്ടുണ്ട് അവർ. ഇതാണ് സബർമതി ജംഗ്ഷൻ.
നമ്മൾ പൊതുവെ സൗത്ത് ഇന്ത്യൻസ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുക സബർമതി എന്നാണ്. സബർമതി അല്ല, സാബർമതിയാണ്. സ്റ്റേഷൻ ബിൽഡിംഗ് പണി നടക്കുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ എല്ലാം നല്ല അടിപൊളിയായിട്ട് പണിത് വരുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് പണിയുന്നുണ്ട് ഇവിടെ എല്ലാം. അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഈ വണ്ടിക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഭയങ്കര ജേർക്കിംഗ് ആണ്. ഏത് ക്രൂ വരെയും ജേർക്കിംഗ് ആണ്. അപ്പോൾ ഇത് ക്രൂവിൻ്റെ മാത്രം കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ KRൻ്റെ മാംഗ്ലൂരിൽ നിന്ന് കയറിയ ക്രൂ അതെ, മഡ്ഗാവിൽ നിന്ന് കയറിയ ക്രൂ അതെ, CRൻ്റെ ക്രൂ രത്നഗിരിയിൽ നിന്ന് കയറിയ ക്രൂ അതെ, എല്ലാം ഭയങ്കര ജേർക്കിംഗ് ആണ്. നിർത്തിയ സ്ഥിതിക്കൊന്ന് ഇറങ്ങിയിട്ട് കയറിയേക്കാം. സിഗ്നൽ കാണാൻ പറ്റുന്നില്ല ഇവിടുന്ന്. റൈറ്റ് സൈഡിൽ ഇറങ്ങിയ സിഗ്നൽ. ഇതാണ് സബർമതി ജംഗ്ഷൻ സ്റ്റേഷൻ. എടുക്കുന്നു. എടുക്കുകയായി. അവിടെ 2-3 ക്രൂ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ കയറ്റാൻ വേണ്ടി നിർത്തിയായിരിക്കും. ഈ കാണുന്ന റെയിൽവേ ക്വാർട്ടേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. കുറച്ച് സീനിയർ സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സ് ആയിരിക്കും. കാരണം 2 വീടേ ഉള്ളൂ. 3 വീടേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തൊരു അപ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ട്. ക്വാർട്ടേഴ്സാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. റെയിൽവേ ക്വാർട്ടേഴ്സ് ആണോ അത് വേറെ വല്ല തന്നെയാണോ എന്നറിയില്ല കേട്ടോ. ഒരു അപ്പുറത്തോട്ടാണ് എൻട്രൻസ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് റൈറ്റ് സൈഡിലിടാം. റൈറ്റ് സൈഡിൽ ഫ്രൈറ്റ് കിടപ്പില്ലേ, അതിൻ്റെ എന്താ ലോക്കെന്നൊക്കെ നോക്കിയേക്കാം. ചെറിയ കണ്ടെയ്നേഴ്സാണിത്. ഗാന്ധിധാമിൻ്റെ ലോക്കമാണ്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറുകയാണ്. ആ കാണുന്നത് ഹൈ സ്പീഡ് റെയിലിൻ്റെ സ്റ്റേഷനാണ്. അതായത് നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ ഈ കാണുന്ന നമ്മൾ ഈ നിൽക്കുന്ന പോയിന്റിന് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ ഇതിന് ഇടയിൽ കൂടെ നിങ്ങൾക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. അതാണ് സാബർമതി BG സ്റ്റേഷൻ. ഈ 2 സ്റ്റേഷനുകളും തമ്മിൽ കണക്ഷൻ ഇല്ല കേട്ടോ. 2 സ്റ്റേഷനും തമ്മിൽ കണക്ഷൻ ഇല്ല. ആ സ്റ്റേഷൻ കിടക്കുന്നത് മഹേസണ ലൈനിലും ഈ സ്റ്റേഷൻ കിടക്കുന്നത് വിരംഗം ലൈനിലുമാണ്. അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ സാബർമതി വെരാവൽ വന്ദേ ഭാരത് തുടങ്ങുന്നത്. അപ്പോൾ ആ ട്രെയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ട്രെയിൻ അവിടുന്ന് മഹേസണ ലൈനിൽ കുറച്ച് ദൂരം പോയിട്ട് ഏതൊരു സ്റ്റേഷൻ പേര് വന്നത് അവിടുന്ന് റിവേഴ്സ് ചെയ്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും സാബർമതി BG സ്റ്റേഷൻ. അവിടെ ഒരു LHB ബ്രേക്ക് കിടക്കുന്നത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ LHB ബ്രേക്ക് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. അതാണ് സാബർമതി BG സ്റ്റേഷൻ. ചറപറ ഡീസൽ ലോക്കോസ് ഉണ്ട് ഇവിടെ. ഇത് 4G ഉണ്ട്, അവിടെ 4D ഉണ്ട്, അതിനപ്പുറത്ത് വീണ്ടും ഒരു 4G ഉണ്ട്. എല്ലാം WDG ആയതുകൊണ്ട് തുടക്കം വിട്ടതാ കേട്ടോ. ബിലാസ്പൂരിൻ്റെ F12K. അത് സാബർമതി ഫ്രൈറ്റ് യാർഡിലേക്ക് പോകുന്ന ലൈനാണ് കേട്ടോ. BGയിലേക്ക് പോയില്ലത്. കഴിഞ്ഞ വീഡിയോ ഞാൻ അങ്ങനെ തെറ്റി പറഞ്ഞിരുന്നു. നമ്മൾ ഈ സൈഡിലൂടെ ലാസ്റ്റ് പോയത് നമോഭാരത് ട്രെയിനിലായിരുന്നു. നമ്മുടെ നമോഭാരത്തിലെ വന്ദേ മെട്രോ ട്രെയിനിലായിരുന്നു നമ്മൾ ഇതുവഴി ലാസ്റ്റ് പോയത്. ഈ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഗാന്ധിധാം, തിരുനെൽവേലി, ഹംസഫറിനും ഇതൊക്കെ യാർഡിലേക്ക് പോകുന്ന ലൈനാണ് കേട്ടോ. അപ്പോൾ അത് ആ കാണുന്ന അവിടെ ഷെഡ് പോലെ കാണുന്ന സാധനമാണ് ഇവിടുത്തെ വാഗണോറോൾ ഡിപ്പോ, കോച്ചിങ് ഇത് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ്
ആ ലൈന്. അതിന് അപ്പുറത്തായിട്ടാണ് സാബർമതി ഡീസൽ ലോക്കോ ഷെഡ്. ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോസാണ്. രണ്ടുമുണ്ട്, ഡീസലുണ്ട് ഇലക്ട്രിക്കും ഉണ്ട് ഇപ്പോൾ. ഒന്നും നോച്ച് ചെയ്യായിരുന്നില്ല, സൗണ്ട് ഒന്ന് പിടിക്കാൻ വേണ്ടി. ശേഷം ചാന്തോടി എത്തുന്നു. ഇവിടുന്ന് ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഒരു ലൈൻ പോകും. അത് ഗാന്ധിനഗർ ക്യാപിറ്റലിലേക്ക് പോകുന്ന ലൈനാണത്. ആ പോകുന്ന ഗാന്ധിനഗർ ക്യാപിറ്റലിലേക്ക് പോകുന്ന ലൈനാണ്. അവിടെ ഒരു ചാന്തോടിയ സ്റ്റേഷൻ ഉണ്ട്, അത് സി ആണെന്ന് തോന്നുന്നു. ഇത് ചാന്തോടിയ എ ആണ്. ഈ ചാന്തലോടിയ എ സ്റ്റേഷനിൽ നിന്ന് ചാന്തലോടിയ ബി സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഒരു പാലം പണിയുന്നുണ്ട് അവിടെ. ഈ പാലം വഴി പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ചാന്തലോടിയ ബി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട്, അവിടെ പോയി ഇറങ്ങാൻ പറ്റും. ആ കാണുന്ന ലൈനിലാണ് ചാന്തലോടിയ ബി സ്റ്റേഷൻ. ചാന്തലോടിയ ബി എന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്കോട്ട് സൈഡിൽ നിന്ന് വന്ന ഗാന്ധിനഗർ സൈഡിലേക്ക് പോകുന്ന ട്രെയിനുകൾ ചാന്തലോടിയ ബി ക്യാബിൻ സ്റ്റേഷനാണ്, ബി സ്റ്റേഷനാണ്. അപ്പോൾ ചാന്തലോടിയിൽ ബേസിക്കലി 3 സ്റ്റേഷൻസാണ്, എ ബി സി എന്ന് പറഞ്ഞത്. അല്പസമയത്തിനുള്ളിൽ ഹൈ റീച്ച് പാൻറ്റോ സെക്ഷൻ സ്റ്റാർട്ടാകും കേട്ടോ. നമ്മളിപ്പോൾ ആംബ്ലി റോഡാണ് ഒന്ന് കഴിഞ്ഞു, ഒരു സ്റ്റേഷനിപ്പോൾ കഴിഞ്ഞു. ഇനി പതുക്കെ ഒ എച്ച് ഇയിലോട്ട് ശ്രദ്ധിച്ചോളാം. ഒ എച്ച് പതുക്കെ ഹൈ റീച്ച് ആവും. റൈറ്റ് സൈഡിലത്തെ ലൈന് ഹൈ റീച്ച് ആയി കഴിഞ്ഞു. റൈറ്റ് സൈഡ് ലൈൻ ഉണ്ടത് ഹൈ റീച്ച് ആയി. നമ്മുടെ ഇതൊരു ഹൈ റീച്ച് ആയിട്ടില്ല, നമ്മളിപ്പോൾ ആവും. റൈറ്റ് സൈഡ് ലൈന് ഡി എഫ് സിയിലോട്ട് പോകുന്ന ഫീഡർ ലൈനാണ്, ഇൻ്റർചേഞ്ച് ലൈനാണത്. എനിക്ക് രണ്ടിൻ്റെ ഹൈറ്റ് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ്ട് അപ്പോൾ നമ്മുടെ സൈഡിലത്തെ ലൈനും പൊങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഹൈ റീച്ച് പാൻറ്റോ സെക്ഷനിലെത്തി. ആ കാണുന്ന റൈറ്റ് സൈഡ് കാണുന്ന ലൈന് ഡി എഫ് സി ആണ്, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറാണ്. മുകളിൽ കൂടെ വരുന്ന ലൈന് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറാണത്. 2 ലൈനുണ്ട്. ഇതൊരെണ്ണം ഇവിടെ ഇൻ്റർചേഞ്ച് ലൈൻ, അതിനോട്ടുള്ള ഇൻ്റർചേഞ്ച് ലൈനാണ് ആ പോകുന്നത്, റൈറ്റ് സൈഡിൽ പോകുന്നത് കാണുന്നത്. അതിലേക്കുള്ള ഇൻ്റർചേഞ്ച് ലൈനാണ്. ഇതുപോലെ ലെഫ്റ്റ് സൈഡും ഉണ്ട്. ലെഫ്റ്റ് സൈഡ് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്ക് ഒരു ബ്രിഡ്ജും കൂടി നമ്മൾ ക്രോസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഈ കാണുന്നതും ഒരു ഇൻ്റർചേഞ്ച് ലൈനാണ്. ഇത് സാനന്ദ് സൈഡിൽ നിന്ന് വന്നിട്ട് ഡി എഫ് സിയിലോട്ട് കയറുന്ന ട്രെയിനുകൾക്ക് വേണ്ടിയിട്ട് കണ്ടോ. ഇതൊരു ഇൻ്റർചേഞ്ച് ലൈനാണ്. ആ മുകളിൽ കൂടെ പോകുന്നത് ഡി എഫ് സി ആണ്. അപ്പോൾ നമ്മളിപ്പോൾ സാനന്ദ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ ഒരു കണ്ടെയ്നർ ഡിപ്പോ ഉണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നർ ഡിപ്പോ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത് വന്നത്, ഇങ്ങോട്ട് ലൈൻ വന്നത്. ഇതാണ് കണ്ടെയ്നർ ഡിപ്പോ. ഇതാണ് സാനന്ദ് സ്റ്റേഷൻ. സാനന്ദിലാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്ലാന്റ് ഉള്ളത്. സ്റ്റേഷനാണ് കുറച്ചും കൂടി പോയിട്ട് ലെഫ്റ്റ് സൈഡിലാണ്. പ്ലാന്റ് സ്റ്റേഷൻ ലൈനിൽ കാണാൻ പറ്റില്ല. സാബർമതിയുടെ 12534 WDG4 BCNR അയക്കാം. ഇത് ഡി എഫ് സിയിലോട്ട് കയറാൻ പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ സാനന്ദ് കഴിഞ്ഞു. നമ്മൾ ഹൈ റീച്ച് ഒ എച്ച് സെക്ഷനിൽ കയറി. ഇനി ഏകദേശം രാജ്കോട്ട് വരെ നമുക്ക് ഹൈ റീച്ച് ഒ എച്ച് ചെയ്യണം.
നമ്മുടെ ലോക്കോൻ്റെ പാൻറ്റോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ആ ഹോണിന് നമുക്കുള്ള അക്നോളജ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇത് വിരംഗം അഹമ്മദാബാദ് പാസഞ്ചറാണ്. മെമു എന്നാണ് വേൾസ് ട്രെയിൻ കാണിക്കുന്നത്. മെമു അല്ല, പാസഞ്ചറാണ്. ഈ സ്റ്റേഷനിൽ നിന്നായിരുന്നു ഇപ്പം മെമു പാസഞ്ചർ ഇറങ്ങി വന്നത്. പിന്നെ മെയിൻ ലൈനിൽ ഒരു ഫ്ലൈറ്റും കിടക്കുന്നുണ്ട്. സ്റ്റേഷൻ ഏതാണെന്ന് നോക്കിയേക്കാം നമുക്ക്. ജഖ്വാഡ. അപ്പോൾ ആ പാസഞ്ചറിന് എന്തിനാണ് ഈ പ്ലാറ്റ്ഫോമിൽ പോകുന്നത്? ഇതായിരിക്കും മെയിൻ പ്ലാറ്റ്ഫോം. ഞാൻ അപ്പുറത്തെ സൈഡിൽ പ്ലാറ്റ്ഫോം ഇല്ലേ? ജഖ്വാഡ. ഈ സെക്ഷനിൽ ഒരുപാട് ഡീസൽ ലോക്കോസ് ഉണ്ട് കേട്ടോ. ഇലക്ട്രിഫൈഡ് ആണെങ്കിലും 49178. അപ്പുറത്ത് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അപ്പുറത്ത് പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടും ആ പാസഞ്ചറിൻ്റെ നമ്മുടെ സൈഡിലെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണോ വന്നിരിക്കുന്നത്? ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്ത സ്റ്റേഷനാണ്. ചിലപ്പോൾ അതുകൊണ്ട് മെയിൻ പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കും റിസീവ് ചെയ്യുന്നത്. എന്തോ ഇനി നമുക്കൊരു 12 കിലോമീറ്ററും ഉണ്ട് വിരംഗം എത്താൻ. വിരംഗമാണ് നമ്മുടെ അടുത്ത ഹോൾട്ട്. രാജ്കോട്ട് സെക്കൻഡരാബാദ് എക്സ്പ്രസ് ആയിരുന്നു. എന്നാൽ ദൂരെ നിന്നൊരു ലൈൻ വരുന്ന കാണാൻ പറ്റുമെന്നും അറിയില്ല. അത് നമ്മുടെ മഹേസന എന്ന് പറയുന്ന ലൈനാണ്. നമ്മുടെ മഹേസന വിരംഗം ലൈനും. ഞാൻ നമ്മുടെ ശ്രീഗംഗാനഗർ എക്സ്പ്രസ് വീഡിയോയിൽ ഞാൻ ഈ ലൈനിൻ്റെ മഹേസന എൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം 8:30 ആവുന്നേ ഉള്ളൂ. നമുക്കിനി 7 മണിക്കൂറിന് യാത്ര ബാക്കിയുണ്ട്. ഇതാണ് മഹേസന എന്ന് പറയുന്ന ലൈന്. ഭയങ്കര ഹോണടിയാണല്ലോ. ഓപ്പോസിറ്റ് WDG 4G ഹോൾഡ് ഫ്രൈറ്റർ വരുന്നുണ്ട്. 49047.
വിരംഗം സ്റ്റേഷനിലോട്ട് കയറാം. വേസ്റ്റ് തട്ടിയിരിക്കുന്നതാണ്, എല്ലാ സ്ഥലത്തും വേസ്റ്റ് തട്ടിയിട്ടുണ്ട് ആൾക്കാർ. മുൻസർ നാല. ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. അപ്പോൾ ലെവൽ ക്രോസിന് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്, അതാണ് അത്ര ഹോണടി ഉണ്ടായിരുന്നത് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വിരംഗാം ജംഗ്ഷനിലേക്ക് എത്തുന്നു. ഇവിടെ സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് നടക്കുന്നു. ഈ കണ്ടെയ്നറിനകത്താണ് ഇപ്പോൾ ഓഫീസുകൾ, എൻക്വയറി ബൂത്തുമൊക്കെ. അത് പുതിയ ബിൽഡിംഗ് പണിത് കഴിഞ്ഞാന്ന് തോന്നുന്നു കണ്ടിട്ട്. അതിനപ്പുറത്ത് ടെർമിനൽ റീഡെവലപ്മെൻ്റ് ആണ് ഇവിടെ. ജാംനഗർ വഡോദര ഇൻ്റർസിറ്റി ഹാസ് അറൈവ്ഡ് ഓൺ പ്ലാറ്റ്ഫോം നമ്പർ 2 എന്നൊരു അനൗൺസ്മെൻറ്റ് കേട്ടു. ഈ കാണുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2. എനിക്ക് വണ്ടിയൊന്നും കാണാനില്ല. എനിക്കൊന്നും ട്രെയിൻ നമ്പർ മാറിപ്പോയതാണെന്ന് തോന്നുന്നു അനൗൺസ് ചെയ്തത്. ഇങ്ങോട്ടൊക്കെ പണി നടക്കുന്നുള്ളൂ കേട്ടോ. പ്ലാറ്റ്ഫോമിൻ്റെ പോലും മൊത്തം ഒരു പൊടിയാണ്, മൊത്തം ഒരു വൃത്തികേടാണ്. അതൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നു. പൊടിയല്ല, പുകയായിരുന്നു. നമ്മളങ്ങനെ ഇവിടെ എത്തി, നമ്മുടെ വിരംഗാം ജംഗ്ഷനിലേക്ക് എത്തി. നമ്മൾ പുറപ്പെടുകയെന്ന് തോന്നുന്നു. ഒരു ഹോണടി കേട്ടു. സ്റ്റാർട്ട് കാണുമ്പോൾ ഞാൻ കണ്ട സിഗ്നൽ റെഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ കണ്ടതായിരിക്കില്ല സ്റ്റാർട്ടർ. നമ്മൾ വിരംഗാം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. വിരംഗാമിൽ നിന്ന് 8:34 എൻ്റെ വാച്ചിൽ. റെയിൽവേ ക്ലോക്ക് എത്രയാണെന്ന് എനിക്കറിയില്ല. 8:34 തന്നെ റെയിൽവേ ക്ലോക്കിൽ. അപ്പോൾ കുറച്ച് നേരത്തെ വീണ്ടും അനൗൺസ് ചെയ്തു മറ്റേ ജാംനഗർ വഡോദര ഇൻ്റർസിറ്റി പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ്. അവർക്ക് ഭ്രാന്തായതോ എനിക്ക് ഭ്രാന്തായതോ, ഇനി വേറെയാണോ പ്ലാറ്റ്ഫോം 2? പക്ഷേ ഇവിടെയാണല്ലോ പ്ലാറ്റ്ഫോം 2 ബോർഡ് ഇരിക്കുന്നത്. അറിയില്ല, അവർക്കോ എനിക്കോ ആർക്കോ ഭ്രാന്തായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ട്രെയിൻ അനൗൺസ് ചെയ്തതുമില്ല, അവർ ഇൻ്റർസിറ്റി വന്നത് അനൗൺസ് ചെയ്യുകയും ചെയ്തു. അതാ വരുന്നു നമ്മുടെ ഇൻ്റർസിറ്റി. അവിടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു ലോങ് റേക്ക് ആട്ടോ, ഒരു കണ്ടെയ്നർ റേക്കിൻ്റെ പുറകിൽ ഒരു ഇതുണ്ട്. ഒരു കണ്ടെയ്നർ റേക്കും അതിൻ്റെ പുറകിലൊരു മറ്റേ NMG റേക്കും ഉണ്ടോ. അതിന് നടുക്കായിട്ട് ലോക്കോ ഉണ്ട്. ആ ലോക്കോ ഇതാണ്, കപ്പിൾഡാണ്. 37399 വഡോദരയുടെ. ഇതാണ് ജാംനഗർ വഡോദര ഇൻ്റർസിറ്റി എക്സ്പ്രസ്. വളരെ പോപ്പുലർ വണ്ടിയാണ് എൻ്റെ അറിവിലിത്. ഇപ്പോൾ പക്ഷേ വണ്ടി തിരക്കൊന്നും കാണാനില്ല. പുക ഫുള്ളൊന്നായിരിക്കും ചിലപ്പോൾ, അറിയില്ല. കോച്ചിൻ്റെ ഒക്കെ അവസ്ഥ ആണില്ല, പൊട്ടി പിടിച്ച് ഇത് കഴുകാറൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ.
ഇവിടെ വാഷിംഗ് ഒന്നും പതിവില്ലെന്ന് തോന്നുന്നു. നമ്മുടെ കോച്ച് പൊടി പിടിച്ചിരിക്കുകയാണ്, പക്ഷെ നമ്മുടെ വണ്ടി 2 ദിവസത്തോളമായി ഓടുന്നു. ഏകദേശം 48 മണിക്കൂറുണ്ട് നമ്മുടെ വണ്ടിക്ക് എൻഡ് ടു എൻഡ് റണ്ണിങ് ടൈം. ഇങ്ങോട്ട് ഈ അൾട്രാ ലോങ് റേക്കുകൾ റെഗുലർ സംഭവം തോന്നുന്നത് അവിടെ കിടക്കുന്നു. ഒരു റേക്കിന് നടുക്കായിട്ട് G12B. ഇത് ബ്ലോക്ക് സേവ് ചെയ്യാൻ വേണ്ടി 2 ഫ്രൈറ്റർ ഒരുമിച്ചാക്കി അങ്ങ് വിടുന്നതാണ്. DG4G 49419 ഗാന്ധിധാം ഷെഡിനല്ലോ പോരും. ഇത് ആക്ച്വലി വിരംഗം സ്റ്റേഷൻ്റെ ഇതാണ്, എന്താ പറയുക, ഫ്രൈറ്റ് ഹോൾഡിംഗ് യാർഡാണിത്. അതിന് ഇങ്ങനെ അറ്റത്തും ലോക്കൗണ്ടാണ് 6053. അപ്പോൾ ഈ റേക്ക് ഇങ്ങോട്ടാണ് വരുന്നത്. ഇതായിരുന്നു വിരാംഗം ഡി ക്യാബിൻ. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള 2 ലൈനുകൾ ഗാന്ധിധാമിലേക്ക് പോകുന്നതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എന്ന് പറഞ്ഞാൽ ആ ലൈൻ വഴിയായിരുന്നു വന്നത്. അന്ന് ഞാൻ ഈ ലൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലൈന്. അപ്പോൾ ആ പോകുന്ന ലൈനുകൾ നേരെ ഗാന്ധിധാമിലേക്ക് പോകും. നമ്മളിങ്ങനെ രാജ്കോട്ടിലേക്കും പോകും. നമ്മൾ ജസ്റ്റ് സുരേന്ദ്രനഗറിലേക്ക് എത്തുകയാണ്. ഭാവനഗർ സൈഡിലേക്ക് പോകുന്ന ഒരു ലൈനാണ് പോകുന്നത്. ആ ട്വിൻ സ്റ്റാക്ക് കണ്ടെയ്നർ ട്രെയിനുള്ള ലൈന്. അതാണ് ഭാവനഗറിലേക്ക് പോകുന്ന ലൈന്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ള ഭാവനഗർ എക്സ്പ്രസ് വന്നിട്ട് ആ ലൈൻ വഴി നേരെ അങ്ങ് ഭാവനഗറിലേക്ക് പോവുകയുള്ളൂ. അവൻ സുരേന്ദ്രനഗറിലേക്ക് വരില്ല. സുരേന്ദ്രനഗർ ബൈപ്പാസ് ലൈനാണ്. ഈ ഇപ്പുറത്ത് കാണുന്ന ലൈന് സുരേന്ദ്രനഗറിൽ നിന്നും വരുന്ന ലൈനാണ്. ഭാവനഗറിൽ നിന്നും വരുന്ന ലൈനാണ്, സുരേന്ദ്രനഗറിലേക്ക് വരുന്ന ലൈനാണ്. കണ്ടോ, ഈ ലൈൻ വഴിയാണ് ഭാവനഗറിൽ നിന്നും സുരേന്ദ്രനഗറിലേക്ക് വരുന്നത്. നല്ല വെയിൽ. അപ്പം നമ്മളങ്ങനെ സുരേന്ദ്രനഗർ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡിൽ, നമുക്കൊന്ന് റൈറ്റ് സൈഡിലോട്ടൊന്ന് പോകാം. ഇപ്പുറത്തെ സൈഡിൽ ഒരു ചെറിയ യാർഡൊക്കെ ഉണ്ട്. ഇപ്പുറത്തല്ല, നമ്മുടെ പ്ലാറ്റ്ഫോം ലെഫ്റ്റ് തന്നെയാണ് തോന്നുന്നു കേട്ടോ. ഈ കാണുന്നതാണ് സുരേന്ദ്രനഗർ സ്റ്റേഷൻ, സുരേന്ദ്രനഗർ ജംഗ്ഷൻ സ്റ്റേഷൻ. ഇനി ഇതിന് അടുത്ത ജംഗ്ഷൻ വാങ്കനഗർ ജംഗ്ഷനാണ്. ഇവിടെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോം. ഈ കിടക്കുന്നത് സുരേന്ദ്രനഗർ ഭാവ്നഗർ പാസഞ്ചറാണ്. ഇതും ഫുൾ ലെങ്ത് ഹൈ റൈസ് പാൻറ്റോ ലൈനാണ് കേട്ടോ. മൊത്തം ദൂരം ഹൈ റൈസ് പാൻറ്റോഗ്രാഫാണ്. സുരേന്ദ്രനഗർ ഗാന്ധിഗ്രാം ഒരു G9 അതിൻ്റെ ലോക്കാൻ, അപ്പുറത്ത് കൂടെ ഷണ്ട് ചെയ്ത് പോയി. അത്യാവശ്യം ആൾ കയറാനുണ്ട്.
ഈ റൂട്ടിൽ ഞാൻ വീഡിയോസ് കണ്ടിട്ടുള്ള പ്രകാരം ഫുഡിൻ്റെ ഓപ്ഷൻസ് വളരെ കുറവാണെന്ന് കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, ഫുഡ് ഓപ്ഷൻസ് വളരെ കുറവാണെന്ന് ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇതുവരെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെയൊക്കെ ഇപ്പോൾ ഫ്രൈഡ് സാധനങ്ങളുണ്ട്, സമോസ, വടപ്പാവ്, അങ്ങനെ സാധനങ്ങളൊക്കെ കാണാനുണ്ട് കടകളിൽ. ഈ ലെഫ്റ്റ് സൈഡിലുള്ള 2 പ്ലാറ്റ്ഫോമും ടെർമിനൽ പ്ലാറ്റ്ഫോംസ് ആണ്. അവിടെ ഒരു അമ്പലം കാണും, നല്ല ഭംഗിയുള്ളൊരു അമ്പലമുണ്ട്. ഇത് രണ്ടും ടെർമിനൽ പ്ലാറ്റ്ഫോംസ് ആണ്. നമ്മുടെ ഭാവനഗർ ട്രെയിനിൽ നിന്നൊക്കെ ടെർമിനൽ പ്ലാറ്റ്ഫോമിലാണ്. ഒരു ക്രൂ ലോബിയൊക്കെ ഉണ്ട്. 9:20 നമ്മൾ സുരേന്ദ്രനഗറിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ 9:20 നമ്മൾ സുരേന്ദ്രനഗറിൽ എത്തിയിരിക്കുകയാണ്. ചെറിയ സ്റ്റേഷനാണ്. ഇവിടെ ഐസ്ക്രീമിൻ്റെ കട, കുറച്ച് കാറ്ററിംഗ് ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടൊന്നുമില്ല, കുറച്ചുണ്ട്. അത് നമ്മൾ വലിയ ഡീലെല്ലാം തോന്നുന്നു കണ്ടിട്ട്, എനിക്കറിയില്ല എക്സാക്ട്ലി. ഇതാണ് സ്റ്റേഷൻ്റെ മറ്റേ സൈഡ്. ഇപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ വലിയൊരു എയർ കോൺകോഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എയർ കോൺകോഴ്സിൻ്റെ. എനിക്കൊന്ന് ഈ കയറി ചെല്ലുന്നത്, പടി കയറി ചെല്ലുന്നതിൻ്റെ ആ ലാൻഡിങ്ങിന് അവിടെ തന്നെയാണ് തോന്നുന്നത് ലിഫ്റ്റും വരാൻ പോകുന്നത്. നമ്മൾ പുറപ്പെടുകയായി. ചറപറാന്ന് എല്ലാ സ്ഥലത്തും സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് 10-75 വർഷം എടുത്തു നമുക്ക് എല്ലാ സ്റ്റേഷനിലും ലിഫ്റ്റും എലിവേറ്ററൊക്കെ വരാൻ, ലിഫ്റ്റും എസ്കലേറ്ററൊക്കെ വരാൻ. അതായത് നമ്മുടെ നാട്ടിൽ പൊതുവെ ട്രെയിൻ യാത്ര, ഈ സീനിയർ സിറ്റിസൺസ് ട്രെയിൻ യാത്ര പ്രിഫർ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ലിഫ്റ്റ് എന്ന് പറയുന്ന സാധനം വരുന്നത് പല സ്ഥലങ്ങളിലും. അപ്പോൾ നമ്മളങ്ങനെ സുരേന്ദ്രനഗർ ജംഗ്ഷനിൽ നിന്നും യാത്ര പുറപ്പെടുകയായി. വണ്ടി കാലിയാട്ടോ. വണ്ടി കാലി എന്ന് പറഞ്ഞാൽ കാലിയാണ്. കാര്യം ഞാനിപ്പോൾ നമ്മുടെ കോച്ചിനകത്ത് ഫുൾ ലെങ്ത് നടന്നു നോക്കിയപ്പോൾ ആകെ ഒരു 10-ൽ താഴെ യാത്രക്കാർ, 10-നുണ്ടോയെന്ന് സംശയം, 10-ൽ താഴെ യാത്രക്കാരേ ഉള്ളൂ നമ്മുടെ കോച്ചിൽ. ഇപ്പോൾ എൻ്റെ അകത്ത് 8 എണ്ണത്തിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ തൊട്ടടുത്തതിൽ 8 എണ്ണവും കാലിയാണ്. ഈ വണ്ടിക്ക് മെയിനായിട്ട് അഹമ്മദാബാദിലേക്കാണ് തിരക്ക്. അതിന് ഇപ്പോഴത്തോട് വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോഴത്തോട് ഈ വെക്കേഷനിലൊക്കെ തിരക്ക് വരുമായിരിക്കും, അല്ലാണ്ട് വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ സുരേന്ദ്രനഗറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇവിടെ 38805 വാഗ് 9HC. അങ്ങേയറ്റത്ത് റോസ ഷെഡിൻ്റെ WDG 4G ആണ്. റോസ ഷെഡിൻ്റെയാണ് 49220. റോസ എന്ന് പറയുന്നത് ഡൽഹിക്കടുത്തും കണ്ട്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ സൈഡിലാണ്, ഉത്തർപ്രദേശ് ഡൽഹി ആ സൈഡിലാണ്. അപ്പം അങ്ങനെ നമ്മൾ സുരേന്ദ്രനഗറിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി നമ്മൾ അടുത്ത ഹോൾട്ട് എന്ന് പറയുന്നത് വാങ്കാനേർ ജംഗ്ഷനിലാണ്. വാങ്കാനേർ എത്താൻ ഏകദേശം 10 മണിയാവും. അരമണിക്കൂറോളം നമുക്ക് നോൺ സ്റ്റോപ്പ് റൺ ഉണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് ക്രോസിങ്സ് ഒന്നുമില്ല. ക്രോസിങ്സൊക്കെ ലിസ്റ്റ് എടുത്ത് നോക്കി ഒന്നുമില്ല. ഡബിൾ ലൈനാണ്. ഫ്രൈറ്റേഴ്സും എല്ലാം ക്രോസ് ചെയ്താലേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ സുരേന്ദ്രനഗറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമായി നമ്മൾ വാങ്കാനേറിലൂടെ അടുത്തുകൊണ്ടിരിക്കുന്നു. വാങ്കാനേറിൽ 1-2 സ്റ്റേഷൻ മുമ്പാണ് നമ്മളിപ്പോൾ. പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ ഡ്രൈ ആയിട്ട് റണ്ണായിരുന്നു.
ലുണസാരിയ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. നമ്മൾ അത്യാവശ്യം ലേറ്റാണ്, സമയം 10:09 നമ്മളിപ്പോൾ വാങ്കാനേർ എത്തണമായിരുന്നു. കാരണം നമുക്ക് ഇനി ഒരു 10-12 കിലോമീറ്റർ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എക്സാക്റ്റ് ഞാൻ നോക്കിയില്ല. ഗോതമ്പാട്ടോ ഇവിടെ കൃഷി. ഗോതമ്പ് കൃഷിയാണ് ഈ കാണുന്നത്. വാങ്കാനേർ ജംഗ്ഷനിലേക്ക് കയറാണ്. വാങ്കാനേർ എന്തുകൊണ്ടാണ് ജംഗ്ഷൻ ആയെന്നുള്ളത് ഡിപ്പാർച്ചറിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വാങ്കാനേർ ജംഗ്ഷൻ എത്തിയ സമയം 10:17. സമയം 10:17. ഇത് ഇപ്പുറത്തെ സൈഡിലുള്ളതാണ് മെയിൻ പ്ലാറ്റ്ഫോം, അതായത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമും 2-ാം നമ്പർ പ്ലാറ്റ്ഫോമൊക്കെ. അപ്പോൾ ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു എൻട്രൻസ്. അപ്പോൾ നമ്മളങ്ങനെ വാങ്കാനേർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്നു. ഇത് അവിടെ കാണുന്നതൊന്ന് പഴയ സ്റ്റേഷൻ ബിൽഡിങ്. ഇവിടെ ഇപ്പോൾ അധികം താമസിയാതെ ഒരു ജാംനഗർ വൈഷ്ണോദേവി കട്ര എക്സ്പ്രസ് വരാനുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ്ങാണ് അവിടെ ഉള്ളത്. ഈ ഇടയ്ക്ക് ഫെൻസിങ് ഉണ്ട്. ഫെൻസിങ്ങിന് അപ്പുറത്താണ് പ്ലാറ്റ്ഫോം നമ്പർ 1. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അത് ഈ കാണുന്നതാണ് ടിക്കറ്റ് ഓഫീസർ. പിന്നെ എൻട്രി ഇവിടുന്ന സ്റ്റേഷൻ്റെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ആൾക്കാർ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്താൽ മതി. കാര്യം പ്ലാറ്റ്ഫോമിലാണ് ടിക്കറ്റ് കൗണ്ടർ ഇരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ എൻട്രൻസ് ആണ്. ഇതാണ് എൻട്രൻസ്, ഇതാണ് സ്റ്റേഷൻ്റെ എൻട്രൻസ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഒരു ടെർമിനൽ പ്ലാറ്റ്ഫോമാണ്. അവിടെ കാണുന്നു. ഇവിടുന്ന് അങ്ങോട്ടൊരു ലൈൻ പോകുന്നുണ്ടോ? ഈ റോഡിന് അപ്പുറത്തെ സൈഡിലോട്ടൊരു ലൈൻ പോകുന്നുണ്ട്. ആ ലൈന് മോർബിയിലേക്ക് പോകുന്ന ലൈനാണ്. മോർബി ഡാം ദുരന്തം പണ്ടുണ്ടായത് കേട്ടിട്ടുണ്ടാവും. ആ മോർബിയിലേക്ക് പോകുന്ന ലൈനാണത്. ആ ലൈൻ അങ്ങനെ ഫെർദർ കണ്ടിന്യൂ ചെയ്ത് ഗാന്ധിധാമിലേക്ക് പോകാൻ പറ്റും. ഒരു സ്പെഷ്യൽ ട്രെയിൻ അതുവഴി ഓടുന്നുണ്ട് ഗാന്ധിധാമിൽ നിന്ന്. പക്ഷേ ഫുൾ ലെങ്ത് നൈറ്റ് ഓടുന്നത്. പകൽ വണ്ടിയുടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ആ റൂട്ടൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. പക്ഷെ പകൽ വണ്ടികളൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറുന്നു. ഈ ലൈൻ എനിക്ക് തോന്നുന്നു ആ മോർബി ഭാഗത്തേക്കുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന ലൈനാന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ രാജ്കോട്ട് സൈഡിൽ നിന്ന് വന്ന് മോർബിയിലേക്ക് പോകുന്ന ട്രെയിൻ വല്ലതും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ട്രെയിനുകൾക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കണം ഇത്, ആ ലൈൻ ആയിരിക്കണം അത്.
കാരണം ഇത് ടൈൽ ഫാക്ടറി മറ്റുവാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാര്യം അപ്പുറത്ത് കല്ലും ഇതൊക്കെ കിടക്കണം. ഇപ്പുറത്തെ കല്ലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ടൈൽസ് പോലെ എന്തോ സാധനം ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്, മൊത്തത്തിൽ കണ്ടിട്ട്. ഇതിനപ്പുറത്ത് കൂടെ ഒരു ഇലക്ട്രിഫൈഡ് ലൈൻ പോകുന്നത് കാണാം. അത് ഈ രാജ്കോട്ട് സൈഡ് ലൈനിൽ നിന്ന് മോർബി ലൈനിലേക്ക് കണക്ട് ചെയ്യുന്ന ലൈനാണത്. വാങ്കാനേർ ബൈപ്പാസ് ലൈനാണത്. അപ്പോൾ ഈ മോർബി ലൈൻ ഉള്ളത് കൊണ്ടാണ് വാങ്കാനേർ ഒരു ജംഗ്ഷൻ ആയത്. ഈ പ്രദേശത്തൊക്കെ ഈ ടൈൽസ് ഉണ്ടാക്കുന്ന ഒരുപാട് ഫാക്ടറീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ മോർബി സൈഡും അങ്ങനെ തന്നെ ഫേമസ് ആണ് എൻ്റെ അറിവിൽ. ഇവിടെ നല്ല ഒരു വളവാണ്, കറങ്ങി വരുന്ന വളവാണ്. നമ്മുടെ ട്രെയിനിന് പുറകുവശങ്ങൾ കാണാം. മച്ചു വെള്ളം തീരെയില്ല, പക്ഷെ അങ്ങേ അറ്റത്തോട് വെള്ളമുണ്ട്. ഇടയ്ക്ക് ഒരു ഡാം പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. പുറകിൽ കാറ്റാടി പുറങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പം അങ്ങനെ മച്ചു പാസ് ചെയ്തു നമ്മൾ. മച്ചു അതേ അടുത്ത വളവ്. നമുക്കൊരു ആംബർ കിട്ടിയിട്ടുണ്ട്, അതാണ് പതുക്കെ പോകുന്നത്. ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ കിടക്കുന്നവിടെ. പൊളി ഏതാണോ സ്റ്റേഷൻ? എന്തോ ഒരു സാറാണ്, എനിക്ക് ഫുൾ നെയിം വായിക്കാൻ പറ്റുന്നില്ല. കണ്ണ് ടെസ്റ്റ് ചെയ്യാറായി. ഗുത്തി ഷെഡിൻ്റെ 49485 ആണല്ലോ. ഇപ്പോൾ ഗാന്ധിധാമിൽ സ്വന്തമായി ഷെഡിലുണ്ടായിട്ടാണ് ഗുത്തിന്ന് ലോക്കോ കൊണ്ടുവന്നത്. 49485. AC ക്യാബാണെങ്കിൽ ക്യാബിന് AC ഒക്കെ ഒരു ഓഫ് ചെയ്തിരിക്കുക കേട്ടോ. നമ്മളിവിടെ ഒരു ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നറിന് ഓട്ടേക്ക് ചെയ്യുന്നു. മുകളിലത്തെ കണ്ടെയ്നറിന് പക്ഷേ ഹൈറ്റ് കുറവുള്ള കണ്ടെയ്നർ കേട്ടോ. ഇതിൽ വെച്ചിരിക്കുന്ന 2 കണ്ടെയ്നേഴ്സിന് ഹൈറ്റ് കുറവായില്ല. റിലയൻസിൻ്റെ കണ്ടെയ്നേഴ്സാണ്. റിലയൻസ് പെട്രോ കെമിക്കൽസിൻ്റെ ഇത് കാണാൻ അതിൻ്റെ മുകളിൽ നോക്കാം. ജസ്റ്റ് 1.93 മീറ്റർ ഹൈറ്റുള്ള കണ്ടെയ്നറാണിത്. ഇവരെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു അൺസ്കെഡ്യൂൾഡ് ഹോൾട്ടായെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റേഷൻസൊക്കെ സ്റ്റേബിൾ ചെയ്തിരിക്കുന്ന റേക്ക് എടുക്കാൻ വേണ്ടി ക്രൂ നിയറസ്റ്റ് അവരെ ലോബിയിൽ നിന്ന് ഇങ്ങനെയാണ് വരിക. എക്സ്പ്രസ് ട്രെയിനിൽ കയറ്റി വിടും. അവർക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത്, അതായത് അവരുടെ റേക്ക് എവിടെയാണോ കിടക്കുന്നത് ആ സ്ഥലത്തുമ്പോൾ ആ എക്സ്പ്രസ് ട്രെയിനിൽ ഒരു അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് കൊടുക്കും. മെയിൻ ലൈൻ തന്നെ നിർത്തും, പ്ലാറ്റ്ഫോമിലൊന്നും കയറ്റില്ല. മെയിൻ ലൈൻ തന്നെ ജസ്റ്റ് ഒന്ന് നിർത്തിയെടുക്കും. വണ്ടി നിർത്തി ഇവർ ഇറങ്ങിയെന്ന് മെസ്സേജ് കൊടുത്ത ഉടനെ വണ്ടി ക്ലിയർ ചെയ്യുകയും ചെയ്യും, വണ്ടി പോവുകയും ചെയ്യും. അതൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളാണത്. കാര്യം അതല്ലാണ്ട് ഈ ക്രൂവിനെ ഷിഫ്റ്റ് ചെയ്യാൻ വരെ വഴിയൊന്നുമില്ലല്ലോ. അല്ല പിന്നെ ബൈ റോഡ് വേണം ക്രൂവിനെ ഷിഫ്റ്റ് ചെയ്യാൻ. വേറെ മെത്തേഡ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബൈ റോഡ് ഷിഫ്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ക്രൂവിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. DDU ഷെഡിൻ്റെ G7 ആണ്. പിന്നെ ഒരൊറ്റ ഹൈ റീച്ച് പാൻറ്റേ ഉള്ളൂ. ബാക്ക് പാൻറ്റ് ഹൈ റീച്ചാണ്, ഫ്രണ്ട് ഹൈ റീച്ച് അല്ല. ഈ പ്രദേശം കാണാൻ നല്ല ഭംഗിയുണ്ട്.
എരുമകൾ ലൈനായിട്ട് മാർച്ച് ചെയ്യുന്നുണ്ടോ? മാർച്ചല്ല, പുല്ല് പിന്നാണ് എല്ലാവരും. ജാംനഗർ SMVD കട്ര എക്സ്പ്രസ് ആയിരുന്നു. ഒരു ലോഡഡ് ബിറ്റിമിനത്തേക്ക് പെട്രോളും പണം നല്ലോണം വരുന്നുണ്ട്. മിക്കവാറും ജാംനഗറിൽ നിന്ന് വല്ലതും വരുന്നതായിരിക്കും. രാജ്കോട്ട് കഴിയുന്നതോടുകൂടി നമ്മൾ ഹൈ റൈസ് പാൻറ്റോ സെക്ഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് എൻ്റെ ഒരു അറിവ്. രാജ്കോട്ട് ഒരു ജംഗ്ഷനാണ്. രാജ്കോട്ട് ജംഗ്ഷൻ ആവാനുള്ള കാരണം ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്കോട്ടിൽ നിന്ന് ലൈനുകൾ 2 ഡയറക്ഷനിൽ തിരിഞ്ഞു പോകും. ഒരെണ്ണം നമ്മൾ പോകാൻ പോകുന്ന ലൈന് രാജ്കോട്ട് ജുനാഗഡ്, രാജ്കോട്ട് ജെഠാൽസർ ജുനാഗഡ് വെരാവൽ ലൈനും. പിന്നെ മറ്റൊന്ന് രാജ്കോട്ട് ജാംനഗർ ഹാപ്പ ഓഖ ലൈനും. അപ്പോൾ 2 ആയിട്ട് തിരിഞ്ഞു പോകും. അപ്പോൾ രാജ്കോട്ടാണ് ജംഗ്ഷൻ. രാജ്കോട്ടിൽ നിന്നാണ് ഈ 2 ഡയറക്ഷനിലേക്ക് ലൈനുകൾ തിരിഞ്ഞു പോകുന്നത്. രാജ്കോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു പാലമാണിത്. ഇത് കഴിഞ്ഞ ഉടൻ രാജ്കോട്ട് സ്റ്റേഷനാണ്. ഈ പാലത്തിന് തൊട്ട് മുമ്പായിട്ട് രാജ്കോട്ട് സ്റ്റേഷൻ്റെ ഹോം സിഗ്നൽ നമ്മൾ പാസ് ചെയ്തായിരുന്നു. അതിൽ റൂട്ട് ഇൻഡിക്കേറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി എനിക്കൊന്ന് മേ ബി ഒരു റൂട്ടിംഗ് ഹോം സിഗ്നൽ വേറെ ഉണ്ടാവുമായിരിക്കും. ഇത് പുഴയൊന്നും അല്ല, ഇതൊരു സ്യൂവേജ് കനാൽ പോലെ ഉണ്ട് കണ്ടിട്ട്. താഴെ കുതിരകളുണ്ട്. ഇവിടെ കണ്ടോ 2, 3 അപ്പുറത്തും ഉണ്ട് കുതിരകൾ. എന്താണ് ഇവിടെ കൊണ്ടുവന്ന് കുതിരകളൊക്കെ ഇട്ടിരിക്കുന്നത്? നല്ല കറുത്ത വെള്ളമാണ്. ദൂരെ കാണുന്ന റോഡ് ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. വണ്ടി ഒന്നും പോകുന്നിട്ട് കാണാനില്ല. വാട്ടോ. അപ്പം നമ്മളങ്ങനെ രാജ്കോട്ടിലേക്ക് പ്രവേശിക്കുന്നു. നമ്മളിപ്പോഴും ഹൈ റൈസ് പാൻറ്റോ സെക്ഷനാണ്. സാധാരണ നമ്മൾ ഹൈ റൈസ് പാൻറ്റോ എന്ന് പറയുന്നുണ്ടെങ്കിലും റെയിൽവേ ഒഫീഷ്യലി കൊടുത്തിരിക്കുന്ന ടേം എന്ന് പറയുന്നത് ഹൈ റീച്ച് പാൻറ്റോഗ്രാഫ് എന്നാണ്. അത് വലിഞ്ഞ് റീച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത്. ഹൈ റീച്ച് പാൻറ്റോഗ്രാഫ് എന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ രേഖകളിലല്ല ഉള്ളത്. നല്ല അടിപൊളി വളം. അവിടെ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം കാണാം. നമ്മൾ ഈ കടന്ന വാട്ടർ ബോഡിയുടെ പേര് അജി റിവർ എന്നാണ്. ആജി റിവർ. അതിന് റൂട്ടിംഗ് ഒന്നുമില്ല, നേരെ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ കയറുന്നത്. ഞാൻ വെച്ച് കഴിഞ്ഞാൽ റൂട്ടിംഗ് സിഗ്നൽ കാണുമായിരിക്കുന്നത്. റൂട്ടിംഗ് സിഗ്നലൊന്നുമില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഗുജറാത്ത് വണ്ടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി. അന്ന് ഇത് വെസ്റ്റേൺ റെയിൽവേയുടെ ട്രെയിനായിരുന്നു. അന്ന് അത് അഹമ്മദാബാദ് തിരുവനന്തപുരം എക്സ്പ്രസ് ആയിരുന്നു. പിന്നീട് എപ്പോഴുമാണ് സദേൺ റെയിൽവേയുടെ ട്രെയിൻ ആയത്. ഇതെന്തിനുള്ള ലൈനാണോ? ഷണ്ടിങ് ലൈനാണെന്ന് തോന്നുന്നത്. അങ്ങനെ രാജ്കോട്ട് ജംഗ്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ റോസാ ഷെട്ടിൻ്റെ 49075 നമ്മളെ സ്വീകരിക്കാൻ ഇങ്ങേറ്റത്ത് വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ബാക്കിലായിട്ടൊരു ഇൻസ്പെക്ഷൻ കാറുമുണ്ട്. ഇതൊരു ഡിവിഷൻ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അവിടെ ഒരു G7 ഉണ്ട്. ഇതൊരു ഡിവിഷൻ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അപ്പം അങ്ങനെ രാജ്കോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്കോട്ട് നല്ല ഭംഗിയുള്ള പ്ലാറ്റ്ഫോമാണത്. കണ്ട നല്ല ഡെക്കറേറ്റീവ് വർക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇത് പണ്ട് കാലത്ത് എക്സ്റ്റെൻസീവ് മീറ്റർ ഗേജ് നെറ്റ്വർക്കായിരുന്നു. ആ എക്സ്റ്റെൻസീവ് മീറ്റർ ഗേജ് നെറ്റ്വർക്കിലൊരു മേജർ ജംഗ്ഷനായിരുന്നു. Railway Station 2.
അപ്പോൾ ഫോക്സ് ഈ പാട്ടത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. കുറച്ച് ലെങ്ത് അധികമായി. കഴിഞ്ഞ പാട്ടൊരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അത് ഞാൻ ശരിക്കും ഷോർട്ട് പാട്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്, അത് പറ്റിയില്ല. അപ്പോൾ ഈ പാട്ട് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 1 മണിക്കൂറിനടുത്തുള്ള വീഡിയോ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് രാജ്കോട്ട് മുതൽ വരാവൽ വരെയുള്ള നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ജേണി നമുക്ക് അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസ് ഒക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം അതിൻ്റെ മെത്തേഡ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് രാജ്കോട്ട് എത്തുന്നതോടുകൂടി നമ്മുടെ ഈ പാട്ടത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത പാട്ടത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ ദിസ് ഇസ് ബിനോയ് ശങ്കർ signing off from platform 7. See you again in the next part of this video. Until then, bye bye.